ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ ഇന്ന് ചെമ്പരോടെ ഷാപ്പ് വരെ പോയി. നിങ്ങൾ വിചാരിക്കും ഞാൻ എപ്പോഴും കള്ളി ഷാപ്പിലാണെന്ന്. എന്നാലല്ല, ഇവന്മാർ വരുമ്പോൾ വല്ലപ്പോഴും ഒന്ന് ഷാപ്പ് വരെ പോകും. കള്ളു കുടിക്കാനല്ല, മെയിനായിട്ട് ഫുഡ് അടിക്കാനാണ് പോകുന്നത്. പറശ്ശിനിയിലൊക്കെ പോകുമ്പോൾ കള്ളി ഷാപ്പ് കയറി കള്ളു കുടിക്കാറുണ്ടെങ്കിലും നാട്ടിലുള്ള ഷാപ്പിലേക്ക് ഞാൻ ആദ്യമായിട്ടോ പോകുന്നത്. ആദ്യം കയറി ചെല്ലുമ്പോൾ ചെറിയ ചടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മനസ്സിൽ വിചാരിച്ചു നമ്മളെന്തിനാ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ജീവിക്കുന്നത്, നമ്മുടെ ഇഷ്ടത്തിനല്ലേ ജീവിക്കേണ്ടത്. പക്ഷെ എന്താണെന്നറിയില്ല, ഇവിടുത്തെ കള്ളി ഞാൻ കുടിച്ചില്ല, വലിയൊരു ടേസ്റ്റ് ഫീൽ ചെയ്തില്ല. പിന്നെ കപ്പ ഉണ്ടല്ലോ, കപ്പയും ബീഫും കൂട്ടി നല്ലൊരു പിടുത്തം പിടിച്ച്. പിന്നെ ചിക്കൻ ഫ്രൈയും വാങ്ങി. നല്ല ബീഫും കപ്പയും കള്ളും പിന്നെ കോടമഴയും. കുട്ടന്റെ വക ചിലവായതുകൊണ്ട് തന്നെ റേറ്റിന്റെ കാര്യം ഞാൻ പിന്നെ അധികം അന്വേഷിക്കുന്നതില്ല. പിന്നെ വലിയ പ്രത്യേകം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കസ്റ്റമർ രാജാവാണ്, രാജാവ് വിലവേശം പാടില്ല. ഓൾറെഡി ഒരു മുൻകൂർ ജാമ്യം എടുത്ത്, അതുകൊണ്ട് പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. ബില്ല് എത്രയാന്ന് വെച്ചാൽ അത് കുട്ടം കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. വണ്ടി എടുത്ത് എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയാണേ. അപ്പോൾ വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് അയച്ചു തരാം. അങ്ങനെ കാർ കയറി കുറച്ച് ഷോ ഓഫ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പാലത്തുമ്മലേക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ വന്ന് ഉപ്പിലിട്ട കഴിച്ചല്ലോ, അതിന് ഞങ്ങൾ അഡിക്റ്റ് ആയി. അങ്ങനെ പിന്നെയും വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ വന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഞാനും കൂട്ടനും ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയി. പിന്നെ ഇവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു, ഇവരും പിന്നെ അതിന് അഡിക്റ്റ് ആയി. അവിടെ ഉപ്പിലിട്ട് വെച്ച എല്ലാ സാധനവും ഞങ്ങൾ ട്രൈ ചെയ്ത്. പക്ഷെ ഒരു സാധനം മാത്രം എനിക്ക് ഇഷ്ടമായില്ല, എന്തോ ചെരങ്ങയോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടായിരുന്നു. അത് വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. പിന്നെ ഇവൻ്റെ കുറച്ച് പട്ടി ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ ബൈ ബൈ, സീ യു.